ഒരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മാവന്റെ മുറിയിൽ തീ പടർന്നത്? അമ്മാവന്റെ രാവിലത്തെ ഒരു മൊഴി ഉണ്ടായിരുന്നുവല്ലോ, തീ പടർന്ന ചൂട് വന്നപ്പോഴാണ് താൻ എണീറ്റത് എന്നൊക്കെ. ഇതെല്ലാം കള്ളമാണെന്ന് തെളിയുകയാണോ? ഇതൊക്കെ വെറുതെ വഴിതെറ്റിക്കുവാൻ നൽകിയ മൊഴികളാണെന്ന്? അരുണിലേക്ക് വരാം. അരുൺ, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ നിന്ന് തേടുകയാണ്. പോലീസിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കുകയാണ്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നതാണ് എന്ന കാര്യം ഏകദേശം അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അമ്മാവൻ ഹരികുമാറാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഹരികുമാർ അക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ പോലീസ് സംശയിക്കുന്നു. കുട്ടിയുടെ അമ്മൂമ്മയും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയാണ്. പക്ഷേ കുട്ടിയുടെ അച്ഛന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. മൊഴികൾ ഒന്നുകൂടി പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനാലാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലീസ് നൽകുവാൻ മടിക്കുന്നത്. ഹരികുമാർ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത്, അതോ ഹരികുമാർ സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പോലീസിന് ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ സംശയമായി വരുന്നുണ്ട്. 2 വയസ്സുകാരിയുടേത് കൊലപാതകം എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ എങ്ങനെ, എന്തിന്, ആര് എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിന് ഒരു സ്ഥിരീകരണം കിട്ടേണ്ടിയിരുന്നത്. അതിനാലാണ് ഈ 4 പേരുടെയും മൊഴികൾ വിശദമായി എടുത്തത്. പക്ഷേ അവർ മൊഴികൾ മാറ്റി പറയുകയായിരുന്നു. അരുൺ, എന്തെങ്കിലും മറ്റു വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ പോലീസ് എന്തെങ്കിലും കാര്യം പറയുവാൻ തയ്യാറാകുന്നുണ്ടോ? ഔദ്യോഗികമായ സ്ഥിരീകരണത്തിൽ പോലീസ് ഒരു വിഷയത്തിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ തയ്യാറാകുന്നില്ല. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാം, ഇതിന്റെ ഒരു വിശദാംശങ്ങൾ അറിയിക്കാമെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക്, കൃത്യമായൊരു വ്യക്തമായ ഒരു മറുപടിയിലേക്ക് പോലീസ് പോകുന്നില്ല. അധികം വൈകാതെ കാര്യങ്ങൾ അറിയിക്കാം. ഈ പ്രതികൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് രാവിലെ മുതൽ അത് സംഭവിച്ചതാണ്. രാവിലെ മുതൽ അത്തരം കാര്യങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കാൻ, പോലീസിനെ ഈ അന്വേഷണത്തിന്റെ ഗതി മാറ്റാനുള്ള ശ്രമങ്ങൾ ഈ കുടുംബം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരമൊരു സ്ഥിരീകരണം നടത്താത്തത്. ഇപ്പോഴും ഈ പ്രതികൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതിന്റെ നിരവധി അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനും അന്വേഷകത്തിനുമൊക്കെ ലഭിക്കുന്നുമുണ്ട്. ഇവർ മറ്റു ചില ദുർമന്ത്രവാദം പോലുള്ള ചില കാര്യങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ട് എന്നതിലുള്ള മൊഴികൾ നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിലെ ചില സ്വാരസ്യങ്ങളുണ്ട്, മറ്റു ചില ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നു. എല്ലാം പോലീസിന് ലഭിക്കുന്ന പലതരം വിവരങ്ങളും അഭ്യൂഹങ്ങളുമാണ്. പക്ഷെ അതൊന്നും ഒരു സ്ഥിരീകരണത്തിന് ഇപ്പോൾ പോലീസ് തയ്യാറാകുന്നതിന് കാരണം ഇവരുടെ മൊഴിമാറ്റലും പോലീസിനെ നിരന്തരം ഈ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ രാവിലെ ഈ സംഭവം പോലീസിനെ അറിയിച്ചത് മുതൽ ദുരൂഹത പോലീസിന് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ മനസ്സിലായിരുന്നു. അതിന് കാരണം ആദ്യം ഈ പോലീസിനെ അറിയിക്കുമ്പോൾ ഈ കുട്ടിയെ മറ്റാരോ കടത്തിക്കൊണ്ടുപോയി എന്നൊരു വിവരമാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. താൻ ബാത്റൂമിലായിരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് പോയി നോക്കുമ്പോൾ കുട്ടിയെ കാണാതായി എന്ന് ആദ്യം പറയുന്നു. പിന്നീട് തീപിടുത്തമുണ്ടായി, അത് നോക്കുമ്പോൾ കുട്ടിയില്ല എന്ന് മനസ്സിലാകുന്നു പറയുന്നു. കുട്ടി അച്ഛനൊപ്പം കിടന്നുറങ്ങിയെന്ന് അമ്മ പറയുമ്പോൾ അച്ഛൻ അത് നിഷേധിക്കുന്നു. അമ്മാവനെ പോകുമെന്ന് പറയുമ്പോൾ അമ്മാവനത് അങ്ങനെയല്ല എന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം കുടുംബം അന്വേഷണത്തെ വഴിതെറ്റിക്കാനും അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തെ കൺഫ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള ബോധപൂർവ്വ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതാണ് പോലീസ്. പക്ഷേ അതിനിടയിൽ ഇപ്പോഴും ഈ മൊഴികളിൽ പോലീസിന് പൂർണ്ണമായും വിശ്വാസം കിട്ടാത്തത് മറ്റെന്തോ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണല്ലോ. അത് എന്തുമായിട്ടുള്ള ഏതുതരം ബന്ധം, ഈ പറയുന്ന പോലെ ദുർബന്ധവാദം, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അതാണോ പോലീസിന്റെ വാർത്താ സമ്മേളനം വൈകുന്നത്? ഇപ്പോഴും പോലീസ് കുറച്ച് വൈകിയേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം തരികയുള്ളൂ എന്നാണല്ലോ അറിയുന്നത്. അങ്ങനെ വേണം കരുതാൻ. ഒരുപക്ഷെ വാർത്താ സമ്മേളനം അല്പം കൂടി വൈകിയേക്കാം. കൃത്യമായ ഒരു സമയം പറയാൻ പോലീസ് ഇതുവരെ തയ്യാറാകുന്നുമില്ല. ഇപ്പോഴും അധികം വൈകാതെ കാണാം. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്, പൂർണ്ണമായിട്ടില്ല. അവരുടെ മൊഴികൾ ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതല്ല. നിരന്തരം മൊഴികൾ മാറ്റിപ്പറയുന്നു. കോൺട്രഡിക്ടറി ആയ മൊഴികളാണ് ഇവർ നൽകുന്നത്. അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ വിവരമാണ് പോലീസ് ഇപ്പോൾ നമ്മൾ അനൌദ്യോഗികമായി സംസാരിക്കുമ്പോഴൊക്കെ പോലീസ് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനവും അല്പം വൈകിയേക്കുമെന്ന സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനാകുന്നത്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരുടെയുണ്ട്. അന്വേഷണം അവസാന ഘട്ടത്തിൽ
ഉണ്ടായാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ പോലീസ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാത്തു നിൽക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും പുറത്തു വന്നാൽ അതും കൂടി വച്ചിട്ട് പോലീസ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, എന്തായാലും ദുരൂഹത മാറിയിട്ടില്ല. എന്താണ് കുട്ടിയെ കൊലപ്പെടുത്തുവാനുള്ള കാരണം? അമ്മാവൻ തന്നെയാണോ, അമ്മാവൻ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം ചെയ്തത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതിനാൽ തന്നെ പോലീസ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കാൻ ഇനിയും വൈകും. 2 വയസ്സുകാരിയുടെ അസ്വാഭാവിക മരണത്തിന്റെ ഞെട്ടലിലാണ് കോട്ടുകാൽ കോടം എന്ന ഗ്രാമം. ഇന്നലെ രാത്രി കുടുംബത്തിലുണ്ടായ അസാധാരണമായ ചില സംഭവങ്ങളാണ് ഈ ദുരന്തത്തിന് ഇടവെച്ചതെന്നാണ് നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത കേട്ടാണ് കോട്ടുകാൽക്കോണം ഗ്രാമം ഉണർന്നത്. തിരച്ചിലിനെത്തിയ നാട്ടുകാർ കണ്ടത് വീട്ടിലെ സംശയമുയർത്തുന്ന സാഹചര്യങ്ങൾ. അതെ, വെളുപ്പംകാലമാണ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. അമ്മ ആണ്, ശ്രീതു ആണ് കാണാനില്ല എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ എത്തിയ പോലീസ് സംഘത്തിന് ഒരു ദുരൂഹത ഉയർന്നിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ വളരെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ അകത്തെ വീട് തീ കത്തിയ ഒരു നിലയിൽ കണ്ടു. അമ്മാവന്റെ മൊഴിയാണെന്ന് തോന്നുന്നല്ലേ? അമ്മാവന്റെ മൊഴിയും ഈ പറയുന്ന അമ്മയുടെ മൊഴിയിലൊക്കെ പോലീസിന് ആദ്യമേ പോലീസ് പറയുന്നത് ഒരു നാടകം കളിക്കുന്നുണ്ട്, ഇതിനെ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയായിരുന്നു അവർ പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ രാവിലെ പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടി കിണറ്റിലുണ്ടെന്നുള്ളത്. ഇവിടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെ പുറത്തെ ആൾക്കാരടുത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. നാട്ടുകാർക്കും എല്ലാവർക്കും സംശയം ഉണ്ടായി. ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം പുറത്ത് CC ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല. പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടി കിണറിനകത്തുണ്ടാവാനുള്ള സാധ്യത തോന്നി. കുട്ടിയുടെ അച്ഛനമ്മമാർക്കൊപ്പമാണ് അമ്മാവനും താമസിച്ചിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും സംശയിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് തന്നെയാണ് കുട്ടിയുടെ മരണത്തിൽ പങ്കെന്ന് നാട്ടുകാർ. മറ്റവൾ ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു ശ്രീതു. പിന്നെ കുറച്ച് കടമുണ്ടെന്നൊക്കെ ഈ അവൾ അച്ഛൻ മരിച്ചപ്പോഴാണ് ഇത് പുറത്തു വരാൻ കാരണം. മോളായിരിക്കണം, അതാണ് നമ്മളെ നിഗമനം. ഇവിടെ കടം വാങ്ങിയ ആളുകൾ വന്ന് കടം കൊടുത്ത ആൾക്കാരങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് അറിയാന്നുള്ള. ആളാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജോലി വാങ്ങിക്കൊടുക്കാതെ അങ്ങനത്തെ പ്രശ്നമൊക്കെ കേട്ടിട്ടുണ്ടോ? ജോലി ആര് വാങ്ങിച്ചു കൊടുത്തൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എങ്ങനെ കിട്ടിയെന്നും അറിഞ്ഞുകൂടാ. അവര് PSC മുഖേന കിട്ടിയെന്നാണ് പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. വീട്ടുകാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ എത്ര സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാലും കുട്ടിയെ എന്തിനാണ് കൊന്നത്, ഇക്കാര്യത്തിലാണ് പോലീസ് ഇപ്പോഴും വ്യക്തത തേടുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.